ഈ വീഡിയോയുടെ കണ്ടന്റ് പറയുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ ട്രംപ് മോഡി ബന്ധവുമായി ബന്ധപ്പെട്ട് FCRA എന്താണ് സെർജിയോ ഗോർ പെട്ടെന്ന് അമിത്ഷായെ കാണുന്നു, പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ചില എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഇൻസൈഡ് ഇൻഫർമേഷൻ കിട്ടുന്നത് എന്ന് ചോദിച്ചു. ആദ്യം ഞാനിനി അതിനെപ്പറ്റി ഫർദർ പറയാനൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാനൊരു യൂട്യൂബറല്ല, ഞാനൊരു പ്രൊഫഷണൽ ജേർണലിസ്റ്റാണ്. ഡൽഹി സിറ്റിയിൽ, അതായത് ക്യാപിറ്റൽ സിറ്റിയിൽ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്, അവിടെയും പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത്, കോൺക്രീറ്റ് ബേസ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ബേസിക്കലി അവന് ഫർദർ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും ഹാർഡ് കോർ സ്റ്റോറി ചെയ്യണമെന്നുണ്ടെങ്കിലും, അതായത് വായി തോന്നുന്ന വിളിച്ചു പറയാം, അതൊരു സ്റ്റോറിയല്ല ബേസിക്കലി. അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു എക്സ്ക്ലൂസീവായിട്ട് ഒരു സ്റ്റോറി ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ, റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ബന്ധങ്ങളാണ്. അതായത് ഒരു കാര്യം അറിഞ്ഞു അത് സത്യമാണ്, അത് വീണ്ടും സംസാരിച്ച് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് സത്യമാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അകത്തു നിന്നുള്ള കറക്റ്റായിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ ഒരാളും തരത്തില്ല. അതും മറ്റു പലയിടത്തും ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റോറിയുടെ എക്സാക്റ്റ് അനാറ്റമി അനുസരിച്ച് ഓരോ വെർട്ടിക്കലിലും എന്തൊക്കെയാണ് സത്യം, എന്തൊക്കെയാണ് സത്യമല്ല, എന്തൊക്കെയാണ് സ്പെക്കുലേഷൻ, ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഫർദറായിട്ട്, കാരണം ബന്ധമാണ് ഉണ്ടാക്കിയത് ഗ്ലോബലായിട്ട്. അപ്പോൾ ആ ബന്ധം വർക്കൗട്ട് ചെയ്യും. അതായത് പല വീഡിയോ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റോറി ചെയ്യാനാണെങ്കിലും ഈ ബന്ധങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഇൻസൈഡ് ഇൻഫർമേഷൻ എടുക്കുന്നത്. ഈ പറയുന്നത് അതിനകത്ത് പറയുന്നത് വലിയ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ഈ സംഭവം. കാരണം അത്രമാത്രം ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവർ ഇൻഫർമേഷൻ പാസ് ചെയ്യത്തുള്ളൂ. അതും ഫുള്ളി ആയിട്ട് പാസ് ചെയ്യത്തൊന്നുമില്ല, പാർഷ്യലായിട്ടേ തരത്തുള്ളൂ. പിന്നീട് നമ്മൾ വർക്കൗട്ട് ചെയ്ത് മറ്റുള്ളവരോട് ചോദിച്ച് ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ പിക്ചർ തെളിയുന്നത്. മറ്റുള്ള സംഭവങ്ങളും ഇതുമായിട്ട് മാച്ച് ചെയ്തു പോകും. അങ്ങനെയാണ് ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈപ്പ് ഉണ്ടാകുന്നത്. ഇപ്പം ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാരീസിൽ 35 മിനിറ്റ് ക്ലോസ് ഡോർ ഡിസ്കഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഹീറ്റഡ് ഡിബേറ്റ് ഉണ്ടായി. ഭയങ്കരമായിട്ട് ഡിബേറ്റ് ഹീറ്റ് ചെയ്തു. നിങ്ങൾക്കറിയാം, ഈ പ്രസിഡന്റ് ട്രംപ് എന്ന് പറയുന്നത് ഒരു ബോധമില്ലാത്ത രീതിയിൽ സംസാരിച്ച് കളയും. അത് ഒബാമയ്ക്കെതിരെ ആണെങ്കിലും ഇമാനുവൽ മാക്രോണിനെതിരെ ആണെങ്കിലും ഫ്രഞ്ച് ചാൻസലർക്കെതിരെ ആണെങ്കിലും ഇൻക്ലൂഡിങ് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ആണെങ്കിലും എന്താണ് പറയുന്നത്, യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് പോലും, സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ലാംഗ്വേജ് പോലും ആ രീതിയിലാണ്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പലപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയുന്നത്, ഈ പറയുന്ന ട്രംപിനെ ആദ്യം ഡീല് ചെയ്യാൻ പഠിക്കണം. കാരണം അയാൾ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. കാരണം അങ്ങനെയാണ് അയാളുടെ രാഷ്ട്രീയം അയാൾ വളർത്തിക്കൊണ്ടുവന്നത്. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ അറിഞ്ഞിടത്തോളം, ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപുമായിട്ടുള്ള ഈ സമ്മിറ്റിൻ്റെ ബാക്ക് ടു ബാക്ക്, അതായത് സമ്മിറ്റ് നടക്കുന്ന ഈ ഡിസ്കഷൻ അറേഞ്ച് ചെയ്ത് മുഴുവൻ സെർജിയോ ഗോറാണ്, അമേരിക്കയുടെ ഇന്ത്യൻ എൻവോയ്. അപ്പം അയാൾ മോദിക്ക് നേരത്തെ ഒരു ബ്രീഫ് കൊടുത്തിരുന്നു, ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും 35 മിനിറ്റിൽ. അതുപോലെ ട്രംപിന് ഒരു കാരണവശാലും തടയാൻ പറ്റത്തില്ല, അയാളുടെ ഇഷ്ടം. കാരണം ആദ്യം അറിയാൻ സാധിച്ചത് സെർജിയോ ഗോർ തന്നെ പ്രധാനമന്ത്രി മോദിയോടും ടീമിനോടും പറഞ്ഞ് ആ ട്രംപിന് പറയാനുള്ള ആദ്യം അങ്ങ് പറയാൻ കൊടുക്കുക. അതിനുശേഷം ആ പ്രശ്നങ്ങൾ മാറിയിട്ട് പുതിയ രീതിയിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം ഇത് ഫർദർ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഊതിപ്പെരിപ്പിച്ച് മറ്റുള്ളവർ മുതലാക്കും. അതുകൊണ്ട് അയാൾ പറയേണ്ടതൊക്കെ പറയട്ടെ. ഉറപ്പായിട്ടും ട്രംപ് പറഞ്ഞു. ട്രംപ് ആദ്യം ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം. ഈ ചോദ്യം അയാൾ, ഈ സംഭവം അവരുടെ ജോയിന്റ് പ്രസ് കോൺഫറൻസിലും ട്രംപ് ഏകദേശ രീതിയിൽ സൂചിപ്പിച്ചു. ആരാണ് മോദിയെ G7 അകത്ത് പെർമനന്റ് ഇൻവൈറ്റി ആയിട്ട് കൊണ്ടുവന്നത്? ഉറപ്പായിട്ടും ട്രംപാണ് കൊണ്ടുവന്നത്. നേരത്തെ പണ്ടെങ്ങാണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്തു. അത് മൻമോഹൻ സിംഗ് ഒരു പ്രാവശ്യം പങ്കെടുത്ത് ഇൻവൈറ്റി ആയിരുന്നു. അതായത് ചില ആൾക്കാർ 5 വർഷം കൂടുമ്പോൾ ഒരു രാജ്യത്തെ വിളിക്കും, പങ്കെടുക്കും, പിന്നെ അവരെ കാണത്തില്ല. പക്ഷേ ഇന്ത്യയെ പെർമനന്റ് ഇൻവൈറ്റി ആയിട്ട് G7 രാജ്യങ്ങളിലെ പ്രത്യേകതയുണ്ട്. 7 രാജ്യങ്ങൾ
അതിനകത്ത് എക്കണോമിക് മിലിറ്ററി പവറുള്ള രാജ്യങ്ങളാണ് 7 രാജ്യങ്ങൾ, പവർഫുൾ നേഷനാണ്. അതിൻ്റെ ഒരു കൂട്ടത്തിലോട്ട് പെർമനൻ്റ് ഇൻവൈറ്റി ആയിട്ട് ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ട്രംപ് അതിനെ പെർമനൻ്റ് ഇൻവൈറ്റി ആയിട്ട് ഈ പറയുന്ന ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. പെർമനൻ്റ് ആയിട്ട് അത് മനസ്സിലാക്കണം, ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇന്ത്യക്ക് റോളുണ്ട്, ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യയെ കൊണ്ടുവരണം. അത് ട്രംപാണ് ഇനിഷ്യേറ്റ് ചെയ്തത്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചു, ഇതിനകത്തൊന്നും മോദിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. കോഡുമായി ബന്ധപ്പെട്ട് ചോദിച്ചു, ആരാണ് കോഡിൻ്റെ അകത്ത് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഇന്ത്യക്ക് റോളുണ്ടാക്കി ജപ്പാനും ഓസ്ട്രേലിയയും ഇന്ത്യയെ സഹായിക്കണം, ഇന്ത്യയെ വലിയൊരു ശക്തിയാക്കി മാറ്റണം, മറൈറ്റൈമായിട്ട് ബന്ധപ്പെട്ട് ടെക്നോളജി കൈമാറുന്ന സാമ്പത്തികം കൊടുത്ത് ഇന്ത്യൻ നേവൽ ഫോഴ്സിനെ ശക്തമായി ചൈനീസ് പസഫിക്, ഇൻഡോ പസഫിക് ആ റീജിയൻ്റെ അകത്ത് പെട്രോളിങ് ശക്തമാക്കണം. ആരാണ് കൊണ്ടുവന്നത്? ഉറപ്പായിട്ടും ട്രംപാണ് കൊണ്ടുവന്നത്. ഈ ചോദ്യങ്ങളൊക്കെ കയറി വന്നു. ഇവിടെയാണ് ബേസിക്കലി മോദി പെട്ടുപോയി. മോദി മിണ്ടിയില്ല. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു. എന്നിട്ട് ഇയാൾ ചോദിച്ചു, ആരാണ് ഇൻഡോ പാകിസ്ഥാൻ വാർ നിർത്തിയത്? അതായത് പാകിസ്ഥാൻ ഡൽഹിയും ചണ്ഡീഗഡും ഹിറ്റ് എന്ന് പറഞ്ഞു. അതിനെ ആരാ നിർത്തിയത്? ഈ ചോദ്യം ഉണ്ടായി. ഉറപ്പായിട്ടത് ട്രംപാണ് ഇത് ചെയ്തത്, അമേരിക്കയാണ് ചെയ്തത്. പക്ഷേ ഇന്ത്യൻ പൊളിറ്റിക്കൽ സാഹചര്യം, ഇന്ത്യയുടെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ പോളിസിയുടെ ഭാഗമാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യമായിട്ട് ടോക്സ് നടക്കുമ്പോൾ തേർഡ് പാർട്ടി ഉണ്ടാകരുത്. അതേപോലെ വേറെ ചോദ്യം ചോദിച്ചു, അതായത് ബാലാക്കോട്ട് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് ആരാണ് അഭിനന്ദൻ വർദ്ധനെ, അതായത് വിങ് കമാൻഡർ, അയാളെ ആരാ വിട്ടുകൊടുത്തത്, ആരാണത് ചെയ്തു കൊടുത്തത്? വീണ്ടും ചോദ്യം ഉണ്ടായി. അമേരിക്ക ഇന്ത്യയാണ് ആവശ്യപ്പെട്ടത്. വേറെ സംഭവം, ഒരു തമാശയുണ്ടായി. F-35 ഇന്ത്യയാണ് ആവശ്യപ്പെട്ടത്, അല്ലാതെ അമേരിക്ക ഇങ്ങോട്ട് ഓഫർ ചെയ്തതല്ല. മോദിയാണ് ആവശ്യപ്പെടുന്നത് F-35 വേണം. അപ്പോഴാണ് ട്രംപ് പറയുന്നത് ഇന്ത്യക്ക് അത് കൊണ്ടുപോകാം. അപ്പം ഇന്ത്യയാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് ഇവിടുത്തെ മീഡിയ ഇവിടൊക്കെ വന്ന് ഇത് സംഘപരിവാർ ഇതിനെ അങ്ങ് കുളവാക്കി. അതായത് ട്രംപിൻ്റെ F-35 മേടിക്കാഞ്ഞിട്ടാണ് പ്രശ്നം. ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഓരോന്നും ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, ഉറപ്പായിട്ടും ട്രംപിൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ്, പാകിസ്ഥാൻ എന്നെ സപ്പോർട്ട് ചെയ്തു നോബൽ പ്രൈസ് കിട്ടാൻ, വാർ നിർത്തിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തില്ല? മോദി അതിന് ഉത്തരം കൊടുത്തു, കാരണം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സാഹചര്യം വളരെ മോശമായിരുന്നു. ഉറപ്പായിട്ടും മോദിയും തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി വോട്ട് പിടിക്കുന്ന ഹൗഡി മോഡി? നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ജോയിന്റ് പ്രസ് കോൺഫറൻസിനകത്ത് ഈ ട്രംപ് ഇത് പറയുന്നുണ്ട്. മോദി എൻ്റെ അടുത്ത സുഹൃത്താണ്. കാരണം ഹൂസ്റ്റണിൽ നിന്നാണ് ഹൗഡി മോഡി. അത് അപ്പം മോദിക്ക് കൈ കൊടുത്തു. ഇത് മോദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോദിക്ക് ആ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് കൈ കൊടുത്തു, താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ സംഭവം ഉണ്ടായി. ഇപ്പം യഥാർത്ഥത്തിൽ ബേസിക്കലി അവിടെ വെച്ച് ഈ അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ പ്രധാനമന്ത്രിയെ ബുൾഡോസ് ചെയ്തു. അതായത് ശരിക്കും അങ്ങ് ബുൾഡോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതേപോലെ അങ്ങ് ചെയ്തു, മിണ്ടാതിരുന്ന് കേട്ടു. ഇതാണ് ഉണ്ടായത്. എന്നിട്ടാണ് കാര്യത്തിലോട്ട് കടന്നത്. അതായത് ഇത്രയും നാളും 16 മാസം അമേരിക്കൻ പ്രസിഡന്റ് എന്താണ് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നത്? അത് ഒരു പ്രായമുള്ള മനുഷ്യനാണ്, അയാൾ വായി തോന്നുന്നൊക്കെ വിളിച്ച് പറയും. ഇത് മുഴുവൻ അവിടെ ചോദ്യം. അപ്പം ഈ പറയുന്ന 7 എയർക്രാഫ്റ്റ് പോയ കാര്യവും ചോദിച്ചു. മോദി മിണ്ടിയില്ല. ഇതൊക്കെ സത്യമായിട്ടുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഏകദേശം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്. ഒരു നോർമലായിട്ടുള്ള ഒരു യൂട്യൂബർ, അതായത് പ്രൊഫഷണൽ ജേർണലിസ്റ്റ് അല്ലാത്തൊരു യൂട്യൂബർ, അയാളുടെ ചാനൽ ബാൻ ചെയ്തു. അതായത് എൻ്റെ ചാനൽ ബാൻ ചെയ്തു, യൂട്യൂബിൽ നിന്ന് എടുത്ത് കളഞ്ഞു ഏകദേശം 3-4-5 ദിവസം. എന്നിട്ട് അവർ വേണേൽ മാറ്റി തിരിച്ചു പറയും. ഞാൻ തിരിച്ചു പറഞ്ഞു. അതാണ് യൂട്യൂബർ ഒരു പ്രൊഫഷണൽ ജേർണലിസ്റ്റുമായിട്ടുള്ള ബന്ധം, അതുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം എനിക്കത് മാറ്റാൻ പറ്റത്തില്ല. കാരണം ഞാൻ കംപ്ലീറ്റ് എവിഡൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മോദി ട്രംപിൻ്റെ ഇഷ്യൂ, ഈ കാര്യങ്ങളെല്ലാം മോദി എടുത്ത് വിളക്കി. എന്നിട്ടാണ് ഈ ഇന്ത്യയിലെ ക്രിസ്ത്യൻ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. മോദി ചോദിച്ചു, ട്രംപിനോട് ചോദിച്ചു, ഡെഡ് എക്കോണമി, നരകത്തിൽ. അത് പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ്, അത് സത്യമാണെന്ന് അയാൾ പറഞ്ഞതാണ്. ആ പറഞ്ഞതിൽ അയാൾ ഉറച്ചു നിൽക്കുന്നു. അതിനുശേഷം 1 വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ എക്കോണമി താഴെ പോയി. ഇതൊക്കെ ടോപ്പിക്കുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് ഈ
ഡിബേറ്റായിരുന്നു. ശരിക്കും അതിനകത്ത് ട്രംപ് എന്ന് പറഞ്ഞയാൾ, ട്രംപിൻ്റെ യഥാർത്ഥ സ്വഭാവം എങ്ങനെയാണ് സെലൻസ്കിയോട് കാണിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അമേരിക്കൻ ആൻറ്റി ടാങ്ക് മിസൈൽസ് അത് ആരാ തന്നേന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. സെലൻസ്കിയോട് ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളെ സഹായിച്ചത്, വെപ്പൺസ് എന്താ സഹായിച്ചത്? അമേരിക്കയാണ്. അതാണ് സെലൻസ്കിയോട് പറഞ്ഞ് മിണ്ടിപ്പോകരുതെന്ന്. അത് പബ്ലിക്കായിട്ട് പറഞ്ഞു. ഇവിടെ മോദിയെ ആ ക്ലോസ് ഡോറിനകത്തിരുന്ന് ഇതേപോലെ എടുത്തിട്ട് അങ്ങ് വിളക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എക്സലൻസി എന്ന് പറയുന്നു. അത് പശ്ചിമേഷ്യൻ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഈ വലിയ രീതിയിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. കാരണം പബ്ലിക്കിൻ്റെ മുമ്പിൽ ആ രീതിയിലോട്ട് മാറ്റാൻ മോദി ശ്രമിക്കുക. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് ഏകദേശം സെറ്റിലായി. കാരണം ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിമ്മിഷ്ടപ്പെട്ട് വീർപ്പ് മുട്ടിയ സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം അതിനുശേഷം മോദി അമേരിക്കൻ പ്രസിഡന്റിനെ ഇൻവൈറ്റ് ചെയ്തു ഇന്ത്യയിലോട്ട്. അപ്പോഴും അവിടെ ഒരു ക്ലോസ് അവിടെ വെച്ചു, കണ്ടീഷൻ വെച്ചു. എന്താ കണ്ടീഷൻ? അതായത് വരാൻ പോകുന്ന 5 മാസത്തിനുള്ളിൽ ഈ FCRA ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ അറ്റാക്ക്, അതേപോലെ മുസ്ലിം അറ്റാക്ക് 5 മാസം ഉണ്ടായില്ല എങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ ഇൻവൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് കണ്ടീഷണൽ വിസിറ്റ് ആയിരിക്കും. ഇതും പറഞ്ഞു. ഇതും ഉണ്ടായ സംഭവം. അതായത് നല്ല ടോക്സ് ആയിരുന്നു. കാരണം ഇവർ പറഞ്ഞു തീരാനുള്ള പല കാര്യങ്ങളും അന്യോന്യം പറഞ്ഞു തീർന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞതിനെ, ഇന്ത്യയുടെ പബ്ലിക്കിന് മുമ്പിൽ വെച്ച് പറഞ്ഞതിനെ ഈ ട്രംപ് പൊളിച്ചങ്ങടുക്കി. ഈ പറയുന്ന മീറ്റിങ്ങിനകത്ത് വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. അതേപോലെ ട്രംപ് പൂർണ്ണമായിട്ടും ക്ലെയിം ചെയ്തു ഇന്ത്യ ഈ ലെവൽ എക്കണോമിക്കലി മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് വരെ കൊടുക്കാൻ അമേരിക്കയാണ് തയ്യാറായത്, എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി റിക്വസ്റ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ, അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ വരണം, ട്രേഡ് എത്രയും വേഗം ഒപ്പിടണം, ഇന്ത്യക്കെതിരെ കൂടുതൽ റെസ്ട്രിക്ഷൻസും സാങ്ഷൻസും ഇതേപോലെ ടാരിഫും ഉണ്ടാകാൻ പാടില്ല, പഴയ രീതിയിൽ ഇന്ത്യയെ കാണണം, ആ രീതിയിൽ ട്രംപുമായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു മോഡിയുടെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന ട്രംപിൻ്റെ മുമ്പിൽ. അത് ഫൈനലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള എങ്ങനെ അത് വർക്കൗട്ട് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്ന അതിനെപ്പറ്റി ലേറ്റസ്റ്റ് സ്റ്റേജിലേ പറയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും ഇവർ തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞത് അത് 2 രാജ്യത്തിനും നന്നായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം.